ബാക്ക് ടു ജുപോഡ്. അപ്പോൾ നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് പഠിച്ചാലോടാ. നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേടാ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് ക്വസ്റ്റ്യൻ? എന്താടാ ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ്, ഫർഹാദ് കി ചരിത്ര ചിത്രൺ പർ ടിപ്പണി. യെസ്, ഫർഹാദ് അല്ലേ, നമ്മുടെ ഗർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നമ്മുടെ ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ക്യാരക്ടർ ഏത് ചാപ്റ്ററിലുള്ളതാണെന്ന് നമ്മൾ എഴുതണം. ആ ചാപ്റ്റർ എഴുതിയ ആൾ ആരാണ്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോരുത്. അതിനുശേഷമായിരിക്കണം ആ ക്യാരക്ടറിന്റെ സ്വഭാവ സവിശേഷതകൾ, ആ ക്യാരക്ടർ എന്തൊക്കെയാണ്, ആ ചാപ്റ്ററിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, അതൊക്കെ നമ്മൾ വളരെ ചുരുക്കി നമ്മൾ എഴുതണം. ഓക്കെ, 4 മാർക്കിനാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പൊ 4 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് മേടിക്കാം. അപ്പൊ ഫർഹാദിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും. നോക്കിക്കേടാ, എന്തൊക്കെയാണ്? ശ്രീ പ്രഭാത് കി കഹാനി ഘർ കാ പ്രമുഖ പാത്ര ഹേ. കണ്ടില്ലേ, ഏതാണ് കഹാനി നമ്മൾ കൊടുത്തു, ആരെ എഴുതിയെന്ന് കൊടുത്തു. ഈ 2 കാര്യങ്ങളിലൂടെ ആയിരിക്കണം ആ ക്യാരക്ടറിലേക്ക്, ആ കഥാപാത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതാ. ഓക്കെ, അപ്പൊ ശ്രീ പ്രഭാത് കി കഹാനി ഘർ കാ പ്രമുഖ പാത്ര ഹേ ഫർഹാദ്. അപ്പം പ്രഭാത് ജി എഴുതിയിട്ടുള്ള ഘർ എന്ന് പറഞ്ഞ കഹാനിയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആര്? ഫർഹാദ്. അച്ഛാ ആദ്മി ഹേ. യെസ്, അതൊരു നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ പറയുന്ന പോലെ വളരെ നല്ല മനുഷ്യനാണ് ഫർഹാദ്. ഉन्होंने अपने नए घर में सभी जीव जंतुओं के जगह दिया है. അദ്ദേഹത്തിന്റെ പുതിയ വീട് എന്നാണ് അദ്ദേഹത്തിന് മാത്രമുള്ളതാണോ? അല്ല, മറ്റ് ജീവജാലങ്ങളുടെ വീടുമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ചിപ്കലി, गिरगिट, ततैया, मकड़ी, मक्खी, मच्छर, चूहा, ചിടിയ ആദി സബ് ഉൻകെ സാത്ത് ഇസി ഘർ മേ രഹ്താ ഹേ. പല്ലികളുണ്ട്, ഓന്തുകളുണ്ട്, ഈച്ചയുണ്ട്, കൊതുകുണ്ട്, കടന്നലുണ്ട്, ഇങ്ങനെ ഒരുപാട് അല്ലേ, ഉറുമ്പുകൾ, ഇങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാണ്. ഫർഹാദ് ചിപ്കലിയാ കെ പീछे झाड़ू लेकर जाने वाला नहीं. वे किसी भी तरह प्राणियों को सताते नहीं. അപ്പൊ അദ്ദേഹം എന്താ, ഈ പ്രാണികളൊക്കെ കാണുമ്പോഴേക്ക്, ഈ പല്ലികളെ കാണുമ്പോഴേക്ക് ചൂലെടുത്ത് ഓടുന്ന ആളല്ല, അങ്ങനെയുള്ള ആളല്ല ഫർഹാദ്. അത്തരത്തിലുള്ള ആൾ നെഹി ഹേ, അങ്ങനെയുള്ള ആളേ അല്ല. പിന്നെയോ घर में अन्य प्राणियों जितनी जगह लेते हैं उससे भी बहुत कम जगह फरहाद लेते हैं. അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്ര സ്ഥലം ഉണ്ടോ അതിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ അദ്ദേഹം നിൽക്കുന്നുള്ളൂ, അദ്ദേഹം യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ഈ ജീവജാലങ്ങളാണ് യൂസ് ചെയ്യുന്നത്. മത്ലബ് സബ്കോ ഉൻകെ ഘർ മേം പൂരി ആസാദി മിൽത്തി ഹി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ എന്തുണ്ട്, ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. ഉൻകെ സപ്നെ മേം ഭി ചിപ്കലിയോं के अंडे और मकड़ी का जाल आ जाते हैं और वे उसका फोटो खींचते हैं. നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളാണ് കാണാറ് അല്ലേ, നമ്മൾ അങ്ങനെയാവുന്നു, നമ്മൾ ഇങ്ങനെയാവുന്നു, നമ്മൾ അത് മേടിക്കുന്നു, ഇത് മേടിക്കുന്നു. പക്ഷെ ഫർഹാദിന്റെ സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പല്ലികൾ മുട്ടയിടുന്നു, അതുപോലെ ചിലന്തികൾ വല കെട്ടുന്നു, അത് അദ്ദേഹം ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വരാറുള്ളത്. जब वे चप्पल डालने आते हैं तो चप्पल में 3 नन्ही मेंढकियां देखते हैं. ഒരു ദിവസം അദ്ദേഹം ചെരുപ്പിടുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു 3 എന്ത്, യെസ്, ഈ മാക്രികൾ അല്ലെ, ഈ തവള കുഞ്ഞുങ്ങളെ അദ്ദേഹം കണ്ടു. उन्हें हथेली में रहकर वे बाहर टहलने चलते हैं. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, കയ്യിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ അവ എടുത്തിട്ട് എന്ത് ചെയ്തു, യെസ്, പുറത്തേക്ക് കൊണ്ടിട്ടു. श्रीमान फरहाद बहुत खुश है क्योंकि नए घर में उनका परिवार बढ़ रहा है और सभी खुश है. അപ്പൊ എന്താണ്, പുതിയ വീട്ടിൽ അദ്ദേഹം വളരെ ഹാപ്പിയാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. ഇസ് പ്രകാർ പ്രകൃതി പ്രേമി ഫർഹാദ് വസുദൈവ കുടുംബ കാ സുന്ദർ ആശയ ഹമാരാ സാമനെ ലാത്താ ഹേ. അപ്പൊ അദ്ദേഹം എന്താണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ വീട്ടിൽ എന്ത് ചെയ്തിട്ട് സ്ഥാനം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അത്തരത്തിലൊരു വലിയ കുടുംബമായി ജീവിക്കുന്നതിന്റെ പ്രാധാന്യം, അതിന്റെ സന്തോഷമൊക്കെ നമുക്കിതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലേ. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾ എഴുതേണ്ടത്. സിമ്പിളായിട്ട് 4 മാർക്ക് നമുക്ക് മേടിക്കാം. ഓക്കെ, അപ്പൊ ഇതങ്ങ് പഠിച്ചോ, ഇത് എക്സാമിന് വന്നാൽ വെച്ച് കാച്ചിക്കോ. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടേക്ക് വരാം, ഇവിടെ അതൊക്കെ ഉണ്ടടാ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.